മുൻ മന്ത്രി എം മണിയുടെ സഹോദരൻ ലംബോദരനായാലും മണിയായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടെന്ന വിമർശനം കൂടി ഈ പുസ്തകത്തിൻ്റെ ചുവട് പിടിച്ചു കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും അതിൽ ഒരു വലിയ ചരിത്രം എന്ന് പറയുന്നത് എം മണി സഖാവ് വി എസിൻ്റെ ഒരു വാത്സല്യപുത്രനാണ്. വി എസ് ഒരുപാട് പ്രൊമോഷൻ കൊടുത്ത് ഏറ്റവും സ്നേഹിച്ചിരുന്ന ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ് സഖാവ് എം മണി. ആ ദൗത്യത്തിൻ്റെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുമ്പോൾ ആ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകാനുള്ളൊരു പ്രധാന കാരണം അതെനിക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ഉമ്മൻചാണ്ടി ഒരു കത്ത് കൊടുക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് ഒരു കത്ത് വി എസിന് കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി ഇത്തരം കയ്യേറ്റങ്ങൾ, അതിന് മുമ്പ് വാർത്തകൾ വന്നിരുന്നു. ആ സമയത്തെ ചാനലുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി കയ്യേറ്റങ്ങൾ കൊടുത്തു, പക്ഷേ ആരും ഗൗനിച്ചില്ല. പക്ഷേ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നിലയ്ക്ക് ആ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വി എസിന് വിശദമായൊരു കത്ത് കൊടുക്കുകയും ചെയ്തു. സ്പെസിഫൈ ചെയ്ത് കത്ത് കൊടുത്തു, പോയിൻ്റ് ഔട്ട് ചെയ്ത് കത്ത് കൊടുത്തു. ആ കത്ത് കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ വി എസ് മൂന്നാർ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തന്നെ അവിടുത്തെ പാർട്ടി നേതാക്കൾ വി എസിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു, ഈ സ്ഥലത്ത് പോകണ്ട, അത് 2-3 കയ്യേറ്റങ്ങൾ കണ്ടിട്ട് ബാക്കി നമ്മൾ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാൽ മതി എന്നാണ് അവിടുത്തെ നേതാക്കൾ വി എസിനെ ഉപദേശിച്ചത്. പക്ഷേ വി എസിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കത്തിൽ പറയുന്ന മുഴുവൻ കയ്യേറ്റങ്ങളും വി എസ് കാണാൻ തയ്യാറായത്. അപ്പോൾ സമയം 2 മണിയായി, 2:30 ഉച്ച സമയമായി. രാവിലെ മുതൽ നമ്മൾ കയ്യേറ്റം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഈ എം മണി കാറിലുണ്ട്, വി എസിൻ്റെ കാറിൽ എം മണി ഇരിക്കുന്നുണ്ട്, ഞാനിരിക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിലാണ് ഈ കടലാസ് മുഴുവൻ ഉള്ളത്. അപ്പോൾ തന്നെ എന്നോട് പറയുന്നുണ്ട്, ഇത് മുഴുവൻ കാണേണ്ട കാര്യമൊന്നുമില്ല വി എസ്, ഇത്രയും പ്രായമുള്ള ആളൊന്നും അവിടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോടും പറയുന്നുണ്ട്. പക്ഷേ വി എസ് സമ്മതിച്ചില്ല. അതിനിടയ്ക്കാണ് 2:30 ആയപ്പോൾ അവിടെ നടന്ന പല അനധികൃതമായിട്ടുള്ള കാര്യങ്ങളും വി എസ് അറിയരുത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും. അപ്പോൾ ഈ സമയം വൈകിയപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കണ്ടേ സഖാവേ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വി എസ് പറഞ്ഞു ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലംബോദരൻ്റെ കയ്യേറ്റമാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ആ കേബിൾ നെറ്റ്വർക്കിൻ്റെ ഏതോ ഈ ടവറുണ്ട്, ടവർ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഏതോ ഒരു വലിയ ബി എസ് എൻ എൽ അല്ല, വേറൊരു സ്വകാര്യ നെറ്റ്വർക്കിൻ്റെ ടവറായിരുന്നു എൻ്റെ ഓർമ്മ. അവിടെ എത്തിയപ്പോൾ വി എസ് പറഞ്ഞു അങ്ങോട്ട് പോകണം, അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം തടഞ്ഞു. അല്ല അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോഴാണ് ആരോ വി എസിനടുത്ത് പറയുന്നത് ലംബോദരൻ്റെ കയ്യേറ്റമാണെന്ന്. അപ്പോൾ ലംബോദരനെ വി എസിന് അറിയാം, കാരണം എം മണിയെ വർഷങ്ങളായിട്ട് അറിയുന്നതുകൊണ്ട് ലംബോദരനെ വി എസ് നന്നായിട്ട് അറിയാം, അനിയനാണെന്നറിയാം. അതൊന്നുമില്ല വി എസ്, അത് വേറെന്തൊക്കെയോ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ തിരിച്ച് എല്ലാ കയ്യേറ്റങ്ങളും കണ്ടിട്ടാണ് വി എസ് മൂന്നാർ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നതും ഉച്ചക്കലത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കുന്നതും. ആ കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിക്കണമെന്ന് വി എസിന് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ വി എസിനെതിരെ തിരിയാൻ തുടങ്ങിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.